ഈ മെർസിഡീസ് ബെൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ജർമ്മനിയിൽ നിന്ന് ഓടിയിട്ട് വരുന്ന കുറച്ചൊക്കെ വർഷങ്ങൾ ഓടി 8 സൗദിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ കയറ്റം കയറുമ്പോൾ ലോഡും വെച്ച് ഓവർ ഹീറ്റ് ആവും. അതിൻ്റെ മെയിൻ കാരണം അവിടെ തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ആ റേഡിയേറ്റർ ചോക്കായിരിക്കും. അവിടെ കുഴപ്പമില്ല, തണുത്ത കാലാവസ്ഥ വണ്ടി ഓടിക്കുക കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ നല്ല ചൂട്, പിന്നെ ലോഡും വെച്ചുകൊണ്ട് കയറ്റം കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ആൽഗത്തിന് 20 കിലോമീറ്റർ പുറകിൽ കസീമിൽ നിന്ന് വരുവാണ്. ആ പാർക്കിൽ ഇട്ടപ്പോൾ ഞാൻ ചായ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നു. അവൻ പഴയ വണ്ടി MP4 അവൻ നിർത്തിയിട്ടിട്ട് പറഞ്ഞു, വണ്ടി ഓവർ ഹീറ്റ് ആവുന്നു, റേഡിയേറ്റർ വെള്ളം കുറയുന്നു, എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ കയറ്റം കയറണം, വണ്ടിക്കകത്താണെങ്കിൽ 10 ലിറ്റർ എണ്ണുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഇഞ്ചൻ ഓൺ ആയിക്കൊണ്ട് തന്നെ റേഡിയേറ്റർ വെള്ളം ഒഴിക്കുക, എന്നിട്ട് AC അങ്ങ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അവൻ AC ഓഫ് ചെയ്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വാ, നീ എൻ്റെ പുറകെ വാ, നീ മാനുവലിൽ ഒരു 4-മത്തെയോ 5-മത്തെയോ ഗിയറിൽ ആലുകത്തിൻ്റെ കയറ്റം കയറി, ഒരു കുഴപ്പമില്ല, AC ഓണാക്കരുതെന്ന് പറഞ്ഞു. അവൻ റേഡിയേറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെ പുറകെ വന്നു. ഞാൻ പിന്നെ ആലുകത്തിൻ്റെ കയറ്റം കയറി കഴിഞ്ഞിട്ട് എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവന് 4-മത്തെ 5-മത്തെ ഗിയറിൽ അവൻ ആലുകത്തിൻ്റെ കയറ്റം മാനുവലി കയറി. ടെമ്പറേച്ചർ എത്താമെന്ന് ചോദിച്ചു. 109 ടെമ്പറേച്ചറെ വന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ലോഡുമായിട്ട് നമ്മൾ വണ്ടി ഹീറ്റ് ആവുന്നെങ്കിൽ AC ഒക്കെ ഓഫ് ചെയ്ത് കയറ്റി കൊണ്ടുവരിക, യാതൊരു പ്രശ്നവുമില്ല. പിന്നത്തെ മെയിൻ പ്രശ്നം എന്തുവാ, റേഡിയേറ്റർ മാറാതെ ഇവിടെ അങ്ങ് ഓടിക്കും. ജർമ്മനിയിൽ നിന്ന് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ റേഡിയേറ്റർ മാറണം, കാര്യം ചോക്കാ റേഡിയേറ്ററാണ്. അല്ലെങ്കിൽ നല്ല ഉണക്ക് ഇളക്കി ക്ലീൻ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യണം, കൂളൻ്റ് ഫില്ല് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ആ പയ്യൻ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് MP4-ലൊക്കെ, ഇതൊക്കെ കൂളൻ്റ് ഒഴിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വണ്ടി മുതലാളിമാർ വണ്ടി എടുത്തുകൊണ്ട് വന്ന് അതിന് ശേഷം നമ്മൾ റേഡിയേറ്റർ അങ്ങ് മാറണം. പൈസ നോക്കുന്നത് 10,000-2,000 രൂപ ആവത്തുള്ളൂ റിയാൽ. റേഡിയേറ്റർ അങ്ങ് മാറുക, മാറി പിന്നെ വണ്ടി ഓക്കെ ആയിരിക്കും. കാര്യം അവിടെ നിന്ന് ഓടി വരുമ്പോൾ തണുപ്പത്ത കാലാവസ്ഥയാണ്, ഷോക്കായിരിക്കും. അല്ലെങ്കിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് പുള്ളി കൂളൻ്റ് ഒഴിക്കാം. 10-35 ലിറ്റർ കൂളൻ്റ് കൊള്ളും. കൂളൻ്റ് മാത്രമേ ഈ വാഹനത്തിൽ ഒഴിക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ പറഞ്ഞത്, എന്തെങ്കിലും നിങ്ങൾക്ക് വഴിയിൽ ബുദ്ധിമുട്ടുണ്ട്, ഓവർ ഹീറ്റ് ആവുന്നു, കയറ്റം വരുന്നു, വണ്ടി കയറ്റണം, ഒരു 100-110 കുഴപ്പമില്ല കേട്ടോ. MP4 100-110 കയറ്റം കയറുമ്പോൾ നല്ല ചൂടത്ത് കുഴപ്പമില്ല. 110 മേപ്പോട്ടൊക്കെ പോകുമ്പോൾ അത് നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് സൈഡാക്കണം, വണ്ടിയെ തണുപ്പിക്കണം. പിന്നെ കയറ്റം കയറുമ്പോൾ ഞാൻ പറഞ്ഞത് എന്തുവാ, AC ഓഫ് ചെയ്ത് കയറ്റം കയറുക, ഒരു കുഴപ്പമില്ല. പിന്നെ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ റേഡിയേറ്റർ ഇളക്കി ക്ലീൻ ചെയ്തിട്ട് പച്ചവെള്ളം ഒഴിക്കണം, കൂളൻ്റ് നിറച്ച് തരാൻ പറയണം. പുള്ളി കൂളൻ്റ് അതിനകത്ത് നിറച്ച് തരാൻ പറയണം. ഇവൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഹിന്ദിക്കാരൻ വെള്ളം എടുത്ത് ഒഴിക്കുന്നു. ഇതിൽ MP4-ലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വണ്ടിയിലൊക്കെ കൂളൻ്റ് തന്നെ ഒഴിക്കാം. അപ്പം വഴിയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരുക, കയറ്റം കയറുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ AC ഓഫ് ചെയ്ത് 4-മത്തെ 5-മത്തെ ഗിയറിൽ മാനുവലിലൊക്കെ ഇങ്ങനെ കയറിപ്പോവും. അല്ലെ പവറിലിട്ട്, പവർ മോഡുണ്ടല്ലോ, ഇട്ട് കയറിപ്പോവും. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, 100-110 കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ലെവലിൽ 100-110 നിൽക്കണം. കയറ്റം കയറി കഴിയുമ്പോൾ അത് ലോ ആവണം. കൂടിയോ കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ലൈക്ക് ഇടുന്നില്ല കേട്ടോ. പിന്നെ കമൻ്റ് കൂടെ അറിയിക്കും. എല്ലാം അറിയുന്നുണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വലിയ കമൻ്റ് കൂടെ അറിയിച്ചേക്കാം. താങ്ക് യു.